ഇതിനകത്തോട് ഞാൻ ഒഴിച്ചത് ഇച്ചിരി ഒലീവ് ഓയിലാ. ഒലീവ് ഓയിലിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഇച്ചിരി ബട്ടർ കൂടെ ചേർക്കുക. 7 മിനിറ്റേ കൊഞ്ചിന് വേവുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ടാലോ. ഇതിനെ ഒന്ന് മൊരിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി. ഈ കൊഞ്ചിന്റെ വെള്ളം ഞാൻ കളയില്ല. ബാക്കി നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യും. ഞാൻ ഇതിങ്ങോട്ട് മാറ്റി വെച്ച് കൊഞ്ച് ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് പച്ചമുളക് ചേർക്കുക. കൊഞ്ചല്ലേ, അപ്പൊ ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി മസ്റ്റാ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മൈദായ അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറോ ഏതായാലും. ഇനി അടുപ്പേന്ന് ഇതൊന്ന് മാറ്റി വെച്ച് ഞാൻ ഒരു ഇച്ചിരി വൈൻ ചേർക്കുക. വൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്താം. ഇതിന്റെ പുളിപ്പും ആ ഒരു മറ്റേ ഫ്ലേവേഴ്സും എല്ലാം ഇതിലോട്ട് അങ്ങ് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് നമുക്ക് ഇച്ചിരി പാലൊഴിക്കാം. അങ്ങനെ ഏത് ഹേർബാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും മല്ലിയില ചേർത്ത് വെച്ചാലും മതി. ഇനി ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീമാണ്. ചാറോടുകൂടി ഈ കൊഞ്ച് ബാക്ക് ഇതിനകത്തോട്ട്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഇച്ചിരിയും കൂടെ വെള്ളം ഉണ്ടെങ്കിലേ അത് വേവത്തുള്ളെന്ന എൻ്റെ വിശ്വാസം. പിള്ളേർക്ക് ചീസൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ചീസ് ഇടുവാണെങ്കിൽ നല്ലതാണ്.